ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് MySQLൻ്റെ ബേസിക് കാര്യങ്ങളും പിന്നെ MySQL എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, +2 കമ്പ്യൂട്ടർ സയൻസ് പ്രാക്ടിക്കൽ എക്സാമിന് നമുക്ക് SQL ചെയ്യാനുണ്ട്. അപ്പോൾ SQL എങ്ങനെ ചെയ്യാമെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മൊത്തം കവർ ചെയ്യാം. അപ്പോൾ SQL എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ചാൾ മുമ്പ് ഉണ്ടാക്കിയ സൈറ്റാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ അടിക്കുകയാണെങ്കിൽ അതിൽ ആ കുട്ടിയുടെ റിസൾട്ട് കാര്യങ്ങൾ വരും. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് പോലത്തെ ഒരു ചെറിയൊരു സൈറ്റാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് അങ്ങനെ ബാച്ചസ് മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ അതിൽ ആ ബാച്ചിലുള്ള കുട്ടികളുടെ മാത്രം ലിസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് സംഭവം വർക്കാവുന്നത്. പിന്നെ ഇതിനൊരു അഡ്മിൻ പേജ് കൂടിയുണ്ട്. അങ്ങനെ എല്ലാ സൈറ്റിനും ഒരു അഡ്മിൻ പേജ് ഉണ്ടായിരിക്കും. അതായത് ഈ റെക്കോർഡ്സൊക്കെ ആഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു അഡ്മിൻ പേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൽവിൻ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡിൻ്റെ അവിടെ ഡിലീറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ആ റെക്കോർഡ് ഡിലീറ്റ് ആയിപ്പോവും. സൗരവ് എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് ഹ്യൂമാനിറ്റീസിലാണ് എടുക്കുന്നത്. അതുപോലെ സയൻസ് ആക്കുമ്പോൾ അപ്ഡേറ്റ് ആക്കിയിട്ട് നമുക്ക് സയൻസ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇനിയിൽ പുതിയ റെക്കോർഡ്സുകളും കാര്യങ്ങളും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് ഡാറ്റ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്കൊരു ഗോഡ്വിൻ എന്ന് പറഞ്ഞ പേരിൽ സയൻസ് ബാച്ച് കിടക്കട്ടെ. മാർക്ക് ഒരു 56, 76, ദെൻ 86. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഗോഡ്വിൻ എന്ന് പറഞ്ഞൊരു റെക്കോർഡ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ MySQL വെച്ചിട്ട് ഇങ്ങനെ കുറേ യൂസേഴ്സ് ഉണ്ടെന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് കാട്ടിയത്. ഈ സൈറ്റ് ഞാൻ ഉണ്ടാക്കിയത് കാട്ടിയത്. അപ്പോൾ ഒരു ഇ-കോമേഴ്സ് സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സാമ്പ് ഡൗൺലോഡ് എന്ന് അടിച്ചു കൊടുക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നൊരു സൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വിൻഡോസിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിൽ ജസ്റ്റ് ലേറ്റസ്റ്റ് വേർഷനാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഡൗൺലോഡ് അടിക്കാം. അതിനുശേഷം വിൻഡോസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ കീപ്പ് അടിക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാമ്പിൾ എന്ന് പറഞ്ഞൊരു സംഭവം ഇങ്ങനെ പൊന്തി വരും, പോപ്പായി വരും. ഓക്കെ, സെറ്റപ്പ് വരും. ഓക്കെ, യെസ് അടിച്ച് കളയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടിച്ച് കളഞ്ഞാൽ മതി. എല്ലാം നെക്സ്റ്റ് അടിക്കുക. ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ വരും, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ അവിടെ ക്രോസ് ചെയ്യാണ്. ഇനി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് PC പോവുക. അതിനുശേഷം C ഡ്രൈവിൽ പോയിട്ട് അതിൽ സാമ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും. അതിൽ നേരെ അടിക്ക് പോയി കഴിഞ്ഞാൽ സാം കൺട്രോൾ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അപ്പാച്ചെ സെർവറും പിന്നെ MySQL കാണും. അത് രണ്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക ഗൈസ്. ഓക്കെ, ആ രണ്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് മിനിമൈസ് ചെയ്തിടുക. ഓക്കെ, നിങ്ങളുടെ വിൻഡോ ജസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ MySQL ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് PHP myadmin ജസ്റ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് വരുന്ന സൈറ്റ് കേട്ടോ, സെക്കൻഡ് സൈറ്റ്. ഓക്കെ, സെക്കൻഡ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റ് 8080 എന്ന് പറഞ്ഞ സംഭവം കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന സംഭവങ്ങളാണ് ഡാറ്റാ ബേസ് എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഡാറ്റാബേസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സ്കൂൾ എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാണ്. സ്കൂൾ. ഓക്കെ, ന്യൂ ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്തിട്ട് സ്കൂൾ അടിക്കുക. ദെൻ ജസ്റ്റ് ക്രിയേറ്റ് അടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ഉണ്ടാവും, ക്രിയേറ്റ് അടിക്കുക. നെക്സ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്കൂളിനകത്ത് സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് അടിക്കുക. ദെൻ സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. അതായത് സ്റ്റുഡൻറ്റിന് ID ഉണ്ടായിരിക്കും, റോൾ നമ്പർ ഉണ്ടായിരിക്കും, ദെൻ പിന്നെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, നെയിം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ബാച്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് അടിച്ചിട്ട് ഞാനിവിടെ ഇൻഡ്. ഓക്കെ, റോൾ നമ്പർ ഇൻഡിലാണ്, നെയിം വാർച്ചാറിൽ, ബാച്ച് വാർച്ചാറിൽ, പിന്നെ ID ഓട്ടോ ഇൻക്രിമെൻറ്റ് കൊടുക്കുക, പിന്നെ പ്രൈമറി കീ ആക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതൊക്കെ എന്താ സംഭവം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ ലെങ്ത്തും കൂടി അടിക്കാണ്ട് ഗൈസ്. അപ്പോൾ ലെങ്ത്ത് ഞാൻ 10, 100. ഓക്കെ, 100 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തൊക്കെ അടിച്ചു കൊടുക്കാം. ദെൻ ജസ്റ്റ് ഗോ അടിക്കുക, ക്രിയേറ്റ് ആവും. അപ്പോൾ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആവും, ടേബിൾ സ്ട്രക്ചർ. ഇതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസേർട്ടിൽ പോവുക. ഇവിടെ നമുക്ക് ID ഓട്ടോ ഇൻക്രിമെൻറ്റ് പിന്നെ പ്രൈമറി കീ ആണ്. പിന്നെ നള്ളായാലും വലിയ സീൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സഞ്ജയ് റോൾ നമ്പർ 1 പിന്നെ ബാച്ച് സയൻസ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഓക്കെ ക്രിയേറ്റ് അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ.
നമ്മുടെ ഡാറ്റ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ടെർമിനലിൽ ചെയ്യാൻ നോക്കാം. ഇത് ജസ്റ്റ് യൂസർ ഇൻ്റർഫേസ് ആണ്. നിങ്ങൾ ഒരിക്കലും യൂസർ ഇൻ്റർഫേസിൽ ഒരു എക്സാമിനും ചെയ്ത് നോക്കരുത്, ബിക്കോസ് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടെർമിനലിൽ മാത്രം ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ആവണു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് കാട്ടി തന്നത്. ഓക്കെ, അപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ ഉണ്ടാവുക, ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, പിയൂൺസ് ഉണ്ടായിരിക്കും, പിന്നെ നമുക്ക് മാർക്ക് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു ടേബിളായിട്ട് നമുക്ക് വ്യത്യസ്ത ടേബിൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റുഡൻസ് എത്ര ആൾക്കാരുണ്ടായിരിക്കും ഒരു സ്കൂളിൽ? ഒരു 500 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ റെക്കോർഡ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റുഡൻറ്റ് 1, സ്റ്റുഡൻറ്റ് 2, സ്റ്റുഡൻറ്റ് 3 ഇങ്ങനെ ആ സ്റ്റുഡൻസിൻ്റെ പേര്, റോൾ നമ്പർ, ബാച്ച് അങ്ങനെ സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ റോസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമുക്ക് അതിനെ ടെർമിനൽ ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ടെർമിനൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് മൈ കമ്പ്യൂട്ടറിൽ പോയിട്ട് സി ഫോൾഡറിൽ പോവുക. അതിനുശേഷം സാം ഫോൾഡറിൻ്റെ ഉള്ളിൽ പോവുക. അതിനുശേഷം അതിൽ MySQL എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിൽ പോവുക. അതിനുശേഷം ബിൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടായിരിക്കും. അതിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് മുകളിൽ പാത്ത് ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ദിസ് PC എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ പോവുക. പ്രോപ്പർട്ടീസിൽ പോയതിന് ശേഷം അവിടെ അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കും. ഇതെന്ന് ചെയ്യുന്നത് ജസ്റ്റ് MySQL നമുക്ക് ഹോം സ്ക്രീനിൽ വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ വാരിയബിൾസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കും. അതിൽ പോയതിന് ശേഷം പാത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കും. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എഡിറ്റ് ഞെക്കാം. അതിനുശേഷം നമുക്കവിടെ മുകളിൽ ന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത സംഭവം ഒന്ന് പേസ്റ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, പേസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുക. ഓക്കെ, ദെൻ ഒരു വട്ടം കൂടി ഓക്കെ അടിക്കുക. ഓക്കെ, ദെൻ ക്രോസ് ചെയ്തിട്ട് ഒരു വട്ടം കൂടി ജസ്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് അഡ്വാൻസ് സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, അത് ആഡ് ആയിട്ടുണ്ടോ നോക്കുക. അതായത് പാത്തിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇതിവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സാമ്പിൾ എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്തതാണ് നമ്മൾ. ഓക്കെ, അതിനുശേഷം നമ്മൾ വിൻഡോ കീ +R ഞെക്കി കഴിഞ്ഞാൽ ഒരു സംഭവം ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും. അതിൽ CMD എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കമാൻഡ് ലൈൻ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ചിൽ പോയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എടുത്താലും മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ MySQLൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു കമാൻഡ് ഉണ്ട്, MySQL √P എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി, MySQL ഓപ്പൺ ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടും. ജസ്റ്റ് അത് പേസ്റ്റ് ചെയ്യുക, ടെർമിനലിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് 2 വട്ടം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ MariaDB ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇവിടം തൊട്ടാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. നമുക്ക് സ്കൂളിൽ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് സാമ്പ് ഓപ്പൺ ആക്കുക, MariaDB ഓപ്പൺ ആക്കുക, പിന്നെ ആക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വരും. ജസ്റ്റ് ഫസ്റ്റ് ടൈം ഇൻസ്റ്റാളേഷന് മാത്രമാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഷോ ഡാറ്റാബേസ് അടിക്കുമ്പോൾ നമ്മുടെ ഡാറ്റാബേസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്കൂൾ എന്ന് പറഞ്ഞ ഡാറ്റാബേസും ഇതിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ടും കണക്റ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ യൂസർ ഇൻ്റർഫേസ് കാട്ടി തന്നത്. നിങ്ങൾ ഒരിക്കലും യൂസർ ഇൻ്റർഫേസിൽ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ 1 പുതിയൊരു ഡാറ്റാബേസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ സ്കൂളുണ്ട്, പിന്നെ വേറൊരു സ്കൂളുണ്ട്. ഓക്കെ, അപ്പോൾ 2 സ്കൂളുകളുണ്ടെന്ന് വിചാരിക്കും. ഞാൻ ആദ്യത്തെ ഒരു സ്കൂളിനൊരു ഡാറ്റാബേസ് ഉണ്ട്, രണ്ടാമത്തെ സ്കൂളിനൊരു വേറെ ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കിവിടെ ഒന്ന് റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ ആ സ്കൂൾ എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ആയത് കാണാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ഇനി ആ സ്കൂൾ എന്ന് പറഞ്ഞ ഡാറ്റാബേസിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്കൂൾ വന്നുള്ള ഡാറ്റാബേസ് നമ്മൾ ആദ്യം യൂസ് ചെയ്യണം ഗൈസ്. അപ്പോൾ യൂസ് സ്കൂൾ 1 എന്ന് അടിച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റാബേസിൻ്റെ അകത്തേക്ക് കയറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ സ്കൂൾ ഉണ്ടാക്കാമെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ സ്കൂൾ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇനി നമുക്ക് സ്റ്റുഡൻസിനെ കുറച്ച് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻസ് എന്ന് അടിച്ചിട്ട് സ്റ്റുഡൻസിന് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതായത് സ്റ്റുഡൻസിന് എന്തൊക്കെ വേണം, ഒരു ID വേണം, പിന്നെ നെയിം വേണം, റോൾ നമ്പർ വേണം, നേരത്തെ ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ള കമാൻഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പഠിച്ചിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കി പഠിക്കുക. ഓക്കെ, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല, അത് പഠിക്കാൻ വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കമാൻഡ് അടിച്ചു കൊടുത്തിട്ട് നെയിം, വാർച്ചാറ്, സൈസ് ലെങ്ത്ത് 10 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വരുന്ന വീഡിയോസിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അടുത്തൊരു വീഡിയോ ഞാൻ ഇതിനെ പറ്റി ഇറക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് സെമിക്കോളനിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ റോ ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞ് കാണിക്കും. DESE സ്റ്റുഡൻസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ സ്ട്രക്ചർ വരുന്നതായിരിക്കും. DESE എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്ത് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷം നമുക്കിനി അതിലേക്ക് ഈ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ സംഭവം, സ്റ്റുഡൻറ്റിന് ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
സ്ട്രക്ചർ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റിന് ഇന്ന സംഭവങ്ങളൊക്കെ വേണം, ഇന്ന സാധനങ്ങളുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ആവുള്ളൂ. ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റുഡൻസിനെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ പേരിൽ തന്നെ ഒരു സ്റ്റുഡൻ്റായിട്ട് ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻസ്, ടേബിളിൻ്റെ നെയിം. ദെൻ നമുക്ക് എന്തൊക്കെ ഫീൽഡുകളിലേക്കാണ് ആദ്യം എൻ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് റോൾ നമ്പറിലേക്ക് ആഡ് ചെയ്യണം, നെയിമിലേക്ക് ആഡ് ചെയ്യണം, പിന്നെന്താ നമ്മുടെ ബാച്ച് ആഡ് ചെയ്യണം. ഓക്കെ, അതായത് ID നമ്മൾ ഓട്ടോ ഇൻക്രിമെൻറ്റ് കൊടുത്തേക്കാണ് പ്രൈമറിക്ക് ആയിട്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് തന്നെ പൊക്കോളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അത് വെക്കുന്നത്. എന്നിട്ട് വാല്യൂസ് അടിക്കുക. എന്നിട്ട് വാല്യൂസ് എന്താ, റോൾ നമ്പർ 1 സഞ്ജയ്, ബാച്ച് സയൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാല്യൂസിൻ്റെ ആദ്യം ക്ലോസ് ചെയ്യുക. ഓക്കെ, സെമിക്കോളൻ അടിച്ച് എൻ്റർ അടിക്കുമ്പോൾ നമ്മൾ ഡാറ്റ എൻ്റർ കയറിയിട്ടുണ്ടാവും. എന്നിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസിന് അടിച്ച് സെമിക്കോളനിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞതേ കണ്ടില്ലേ, എൻ്റെ റെക്കോർഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കുട്ടി കയറിയിട്ടുണ്ട്. ആ സ്കൂളിൽ ഇപ്പോൾ ഒരു കുട്ടി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുട്ടികളിങ്ങനെ ആഡ് ചെയ്യണമല്ലേ. ഇപ്പോൾ ഞാൻ ഇവിടെ സംഭവങ്ങളൊക്കെ മാറ്റി കൊടുക്കുകയാണ്. നമുക്ക് ആരോ കീ അപ്പ് ആരോ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിഞ്ഞ സംഭവങ്ങൾ അൺഡു ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അപ്പ് ആരോ അടിക്കുന്ന കാര്യം ജസ്റ്റ് ഓർമ്മ വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമായിരിക്കും. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ റോൾ നമ്പർ 3 ദെൻ അങ്ങനെ 2 റെക്കോർഡ് ഞാൻ ഒരുമിച്ച് ആഡ് ചെയ്യാണ്. അതായത് ഒരു പാരൻതസിസ് കഴിഞ്ഞാൽ വാല്യൂസിൻ്റെ രണ്ടാമത്തെ പാരൻതസിസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു കോമ ഇട്ടതിന് ശേഷം. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ട് പഠിക്കാൻ അടുത്തൊരു വീഡിയോ വേണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു സംഭവം വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇതേപ്പോൾ നമ്മൾ 4 റെക്കോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 റെക്കോർഡ് നമുക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ 2 റോൾ നമ്പർ ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ട്. സയൻസിലെ ഒരു കുട്ടിക്ക് 2 കുട്ടികൾക്ക് ഒരു റോൾ നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ പാടില്ല. അപ്പോൾ അത് ജസ്റ്റ് മാറ്റണം. ഓക്കെ, ഞാൻ മനഃപൂർവ്വം തെറ്റിച്ചാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കാട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്ഡേറ്റ് സ്റ്റുഡൻസ് സെറ്റ് എന്താ മാറ്റേണ്ടത്, റോൾ നമ്പർ = 5 കൊടുക്കാം ഗൈസ്. ഓക്കെ, 5 കൊടുക്കുകയാണ്. ദെൻ വേർ, അതായത് ഏതിൽ നിന്ന്, അതായത് ID ഏതാ മാറ്റുക, 3 മാറ്റാം. ഓക്കെ, 3 സെമിക്കോളൻ ഇടുക, എൻ്റർ അടിക്കുക. 3ത്തെ റോൾ നമ്പർ നമ്മൾ 5 എന്നാക്കാൻ പോകണം. ഓക്കെ, എൻ്റർ അടിച്ചിട്ട് ഓക്കെ എൻ്റർ ആയിട്ട് എന്നിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ. ഓക്കെ, കണ്ടില്ല ഗൈസ് 5 ആയിട്ടുണ്ട്. ഓക്കെ, മനു എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ റോൾ നമ്പർ 3 ആയിരുന്നു, 5 ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലെൻ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ കൊമേഴ്സ് മാറ്റിയിട്ട് സയൻസ് ആക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കമാൻഡുകളൊക്കെ അടിക്കുക. അപ്ഡേറ്റ് സ്റ്റുഡൻസ്, ടേബിളിൻ്റെ പേര് സെറ്റ് ബാച്ച് അല്ലേ, ബാച്ച് = സയൻസ് വേർ, അതായത് ഏതിലത്തെ ID = 5. ഓക്കെ, 4 അല്ലേ, 4. ഓക്കെ, സോറി ഗൈസ്, 4 എൻ്റർ അടിക്കുക. എന്നിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ടില്ലേ സയൻസ് ആയിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലിന് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ യു സൂൺ, ടേക്ക് കെയർ. ഓക്കെ.